സുഹൃത്തുക്കളെ, എന്താണ് ജസ്ന സലീമിന്റെ ഉദ്ദേശം? നിങ്ങൾക്ക് ആരെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ആരാണ് ജസ്ന സലീം എന്നുള്ളത്? ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുകയും കൃഷ്ണപ്രതിമകളുടെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുകയും ആ ചിത്രങ്ങൾ വരച്ചിട്ട് അത് അത്യാവശ്യം നല്ല വിലയ്ക്ക് വിറ്റ് ജീവിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പാവം മുസ്ലിം പെൺകുട്ടിയുടെ പേരാണ് ജസ്ന സലീം എന്നുള്ളത്. അവരൊരിക്കലും ഹിന്ദു മതത്തിലേക്ക് മതം മാറിയിട്ടൊന്നുമില്ല. പക്ഷെ അവർ തട്ടമിടുകയും തട്ടമിട്ടിട്ടൊക്കെ വീഡിയോ റീലുകളൊക്കെ കാണാറുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തായിട്ട് തീരെ തട്ടമിടാതെ തന്നെയാണ് റീലുകളൊക്കെ ഈ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നു. പോയി അവർ ഹിന്ദു മതത്തിലേക്കുള്ള ഒരു ചാഞ്ചാട്ടം കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതകളൊക്കെ മങ്ങിയിട്ടില്ല. ഹിന്ദു മതത്തിലേക്ക് മിക്കവാറും മാറാനുള്ള സാധ്യതയൊക്കെ ജസ്ന സലീം കാണിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയും. കാരണം അതിന്റെ കുറച്ച് തെളിവുകൾ വീഡിയോസുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിച്ചിരുന്നത്. കഴിഞ്ഞ മാസമാണ് VK ബൈജു എന്ന് പറയുന്ന ഒരു സംഘി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തായിരുന്നു. അദ്ദേഹം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെയുള്ള ചില സ്ത്രീകൾക്കെതിരെയുള്ള ആക്ഷേപപരമായിട്ടുള്ള വീഡിയോസുകൾ കിട്ടിയതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. എന്തായാലും ആ അറസ്റ്റിനൊക്കെ ശേഷം ജസ്ന സലീമിനെ കാണാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ഒരു താത്ത ഉണ്ട് കേട്ടോ. ആ താത്തയോടൊപ്പം ഇവർ എത്തി എന്നുള്ളതാണ്. എന്തായാലും ആ വീഡിയോ ജസ്ന സലീം തന്നെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടോക്കാം. സുഖവാസം കഴിഞ്ഞ് ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ല? സുഖവാസം കഴിഞ്ഞ് ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാലേ എന്താണ് സുഖവാസം? ഈ ചെങ്ങാതി കഴിഞ്ഞ ഒരു മാസമായിട്ട് ജയിലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോകുന്നിട്ട് ആദ്യത്തെ വീഡിയോ നടത്താം. എന്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിട്ട് ഭയങ്കര സന്തോഷമായി. ഒരിക്കലും പ്രതീക്ഷയില്ല. കണ്ണു തള്ളിപ്പോയി. വേറെ ആളുകൂടെ ഉണ്ട്. അയ്യടാ പൊളി പൊളി പൊളി. എന്തായിരുന്നാലും ഒന്ന് വരണമെന്ന് ഒരു സംഖ്യ സംഘടന 60 കോടിയുടെ വീട് കണ്ടു കീഴടക്കി. എന്നാലും 60 കോടിയൊക്കെ കൊച്ചുണ്ടാക്കിയല്ലോ കേട്ടോ. ജസ്നയുടെ വീട് ഞങ്ങൾ കണ്ടു, ജസ്നയെ കണ്ടു. ജസ്നയുടെ വീടിന്റെ ചുറ്റുപാട് 60 കോടിയുടെ അത്ഭുതത്തോടെ കാണാൻ വേണ്ടി ഇതൊക്കെ ജസ്നയ്ക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളായിരുന്നു. ഇങ്ങനെയൊക്കെ കൃഷ്ണപ്രതിമകളൊക്കെ കോപ്പി അടിച്ച് വിറ്റിട്ട് 60 കോടിയോളം ഉണ്ടാക്കി അങ്ങനെ ഒരു ഗംഭീര വീട് ഉണ്ടാക്കുന്നു എന്നൊക്കെ. എന്തായാലും ആ വീട് കണ്ടിട്ട് 60 കോടിയൊന്നുമില്ല എന്നൊക്കെ തിരിച്ചറിവ് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ആരോടൊപ്പമാണ് ജസ്ന സലീം ഇപ്പോൾ കൂട്ടുകൂടിയിരിക്കുന്നതെന്ന് എന്തായാലും ഈ വീഡിയോയിലും തലയിൽ തട്ടമൊക്കെ കാണാനുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നതിന് കാരണം എക്സ്പ്ലനേഷൻ വേണമല്ലോ. താങ്ക് യു. ഇതിൽ ഞാൻ കണ്ണനോടാട്ടോ താങ്ക്സ് പറയുന്നത്. കാരണം നിരപരാധിത്വം തെളിഞ്ഞൊരു മനുഷ്യൻ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒട്ടും പ്രതീക്ഷയില്ല. ശരിക്കും ഞാൻ കണ്ണു തള്ളി പോയിട്ട് ഇവിടെ വന്നപ്പോ സർപ്രൈസ് ആയിട്ട് ടീച്ചറെ കൂട്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ ടീച്ചർ വീട്ടിൽ വന്നതാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ടീച്ചറോട് ഇങ്ങനെ ജസ്നയുടെ വീട്ടിൽ നമുക്ക് പോവാം. അങ്ങനെ വന്നു, ഇവിടത്തെ വന്നു കണ്ടു കീഴടക്കി. നമുക്ക് ആരോടും സ്ഥായിയായിട്ട് വിരോധം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. ഏതൊരു മനുഷ്യനും നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് ഒരാളെ വിമർശിക്കാം. നമുക്ക് എന്താണോ തോന്നുന്നത് ശരി എന്ന് തോന്നുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അതിനെ തിരുത്തുക എന്നുള്ളത് മാനുഷികമായിട്ടൊരു ധർമ്മമാണ്. അല്ലാതെ ജസ്നയോട് കാലാകാലവും വിരോധം വെച്ച് പുലർത്തണം. ഇപ്പൊ ജസ്നയോട് ഇഷ്ടമില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ മറ്റുള്ളവരും കരുതണം എന്നതിനോട് നമുക്ക് യോജിപ്പില്ല. ഇപ്പൊ ഞാനും ബൈജുവും വന്ന് കണ്ടു, ഒരു കൃത്യമായിട്ടൊരു ഗ്ലാസിനകത്ത് വരയ്ക്കുന്നുണ്ട്. നമ്മൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നില്ല, കാർബൺ പേപ്പർ വെച്ച് വരയ്ക്കുന്നു. 60 കോടിയുടെ വീട്, കോടികൾ ഉണ്ടാക്കി കൊടി കുത്തുക. ഇവിടെ മൊത്തം പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഒന്ന് കാണിച്ചു ജസ്റ്റ്. ഇതാണ് 60 കോടിയുടെ വീട്. 60 കോടിയുടെ വീടാണ്. ഒരു കാലത്ത് ഉണ്ടാവും. കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല മാന്യ പ്രേക്ഷകരെ. കാരണം നമ്മള് ഇപ്പൊ ജസ്നയ്ക്കെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തൊരു വ്യക്തി തന്നെയാണ് ഞാൻ. അത് എനിക്ക് അവരോട് തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം തെറ്റ് ആരെടുത്ത് സംഭവിച്ചാലും നമ്മൾ എല്ലാം തികഞ്ഞവരല്ലല്ലോ നമ്മളാരും. നമ്മളെടുത്തൊക്കെ ഒരുപാട് ഏത് ഒന്നും തെറ്റ് ചെയ്യാത്തവനുണ്ട് നമ്മളെ. തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. യേശുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ എന്നെ കല്ലെറിയട്ടെ എന്നുള്ളത്. അപ്പൊ നമ്മളൊന്നും എല്ലാവരും തികഞ്ഞവരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ജസ്നയ്ക്ക് അവർക്ക് പറ്റിയിട്ടുള്ള തെറ്റെന്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളായിട്ടൊക്കെ സംസാരിച്ചതിന്റെ പേരിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി അവർക്ക് പറ്റിയ തെറ്റ് ബോധ്യപ്പെട്ട് ആ തെറ്റ് തിരുത്താൻ തയ്യാറായി തിരുത്തി മുന്നോട്ട് വരുമ്പോ വീണ്ടും അവരെ ദ്രോഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരമല്ല. അത് നമ്മൾ വീണ് കിടക്കുന്നവനെ ചവിട്ടുക എന്നുള്ളത് അത് നമ്മുടെ സംസ്കാരമല്ല. നമ്മൾ വീണ് കിടക്കുന്നവന് കൈ കൊടുത്ത് ഈ പറയുന്ന കടകട സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഈ ജസ്നയ്ക്കെതിരെ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ?
ജസ്നയെ പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പൊ ജസ്ന ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ മനുഷ്യപ്പാട് നിൽക്കൂല. എന്തായാലും ജസ്നയുടെ നന്മ എണീപ്പിച്ചിട്ട് നമ്മുടെ തുല്യ ശക്തിമാൻ, അത് നമുക്കനുസരിച്ചുള്ള ശക്തിമാൻ ആയാൽ മാത്രമേ അയാളോട് തല്ലാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ അയാളോട് വഴക്കടിക്കാൻ പാടുള്ളൂ എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് ജസ്നയെ നമ്മൾ ദ്രോഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോ ജസ്ന പല സമയത്തും പറയാറുണ്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ബോധ്യപ്പെടൂ എന്നുള്ളത്. അത് ഡയറക്റ്റ് വന്ന് ഇവിടെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ജസ്നയുടെ 2 മക്കളൊക്കെ ഉണ്ട്, കുഞ്ഞു മക്കളാണ്. ആ മക്കളൊക്കെ അവരൊന്നും കണ്ണിൽ നോക്കിയിട്ട് നമുക്ക് ഇപ്പൊ അന്ന് ഞാൻ ചെയ്ത വീഡിയോസ് തന്നെ കണ്ടിട്ടുള്ള മാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ജസ്നയെ നിങ്ങൾ എല്ലാവരും വന്ന് കാണുമ്പോൾ ജസ്ന പറഞ്ഞതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. അവർക്ക് ചെറിയൊരു പിഴ പറ്റി, ആ പിഴ അവർ മാറ്റിയിട്ടുണ്ട്. അതെ, തിരുത്തിയിട്ടുണ്ട്. തിരുത്തി കഴിഞ്ഞാൽ വീണ്ടും അവരെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ എന്നെ ബന്ധപ്പെട്ട് ഇന്നും ജസ്നയെ ദ്രോഹിക്കുന്ന അതല്ലെങ്കിൽ ജസ്നക്കെതിരെ വീഡിയോസ് ഒക്കെ പറഞ്ഞപ്പോ അവിടെയും കൂടെ പോവാന്ന് പറഞ്ഞു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദ്രോഹിക്കുന്നവരോട് മുഴുവനും വേട്ടയാടുക എന്ന് പറഞ്ഞാൽ അത് മാനുഷികമല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ വന്നു കണ്ടു, ഈ വീടിന്റെ അവസ്ഥ കണ്ടു. ഇപ്പൊ ഞങ്ങൾ ഒരു ചാരിറ്റി ഞങ്ങൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ ജസ്ന പറഞ്ഞത്, എനിക്ക് കൈയുമുണ്ട്, കാലുമുണ്ട്, ആരോഗ്യവുമുണ്ട്, എനിക്ക് സൗജന്യം ഞാൻ ഇപ്പൊ താല്പര്യപ്പെടുന്നില്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിക്കോളാം. അങ്ങനത്തെ എന്തായാലും ഇങ്ങനെ ഗംഭീര വാക്കുകളൊക്കെ ജസ്ന പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ VK ബൈജു വരുന്നു, ജാമിദ്രി ടീച്ചർ വരുന്നു. ഈ 2 പേര് നമുക്ക് ആരെന്നൊക്കെ അറിയാലോ. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം യുവതിയാണ് നമ്മുടെ ജാമിദ്രി ടീച്ചർ എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അവരെ ആക്രമിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ജാമിദ്രി ടീച്ചർ പലപ്പോഴും ലക്ഷ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പച്ചയ്ക്ക് ആക്രമിക്കാറുണ്ട്. ചിലതൊക്കെ അംഗീകരിക്കുകയും ചെയ്യാം, ചിലതൊക്കെ നമുക്ക് അംഗീകരിക്കാതിരിക്കുകയും പറ്റുകയും ചെയ്യും. എന്തായാലും ഈ ഒരു ജനാധിപത്യ ലോകത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ വേണമെന്ന് ഇടയ്ക്ക് തോന്നിപ്പോവുകയും ചെയ്യും. എന്നാൽ ആ വിമർശനങ്ങളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുവന്നു. VK ബൈജു എന്ന സംഘപ്രവർത്തകനും ഈ ഒരു പെൺകുട്ടിയെ അതിഭീകരമായിട്ട് തന്നെ വീഡിയോ വഴി ആക്രമിച്ചിട്ടുണ്ട്. ആ വീഡിയോസുകളൊക്കെ എപ്പോഴും VK ബൈജുവിന്റെ ചാനലിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ആ വീഡിയോസുകളൊക്കെ ഒരുപക്ഷെ ഇനി ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഇനിയും ജസ്നയോടുള്ള സൗഹൃദമായി കഴിഞ്ഞത്. അങ്ങനെ ഇവരൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്തായിരുന്നു ദ ട്വിസ്റ്റ് നമുക്ക് കാണണ്ടേ? നോക്കിയോളൂ, തുറക്കൂ. ഹോളി പെങ്ങളായിട്ട് സ്വീകരിച്ചു. പത്തിമ കുടുങ്ങിയോ? താങ്ക് യു. എന്റെ ആദ്യമായിട്ടാ ഞാൻ ഈ ഒരു സാധനം കിട്ടുന്നത്, ലൈഫിൽ ആദ്യമായിട്ടാ. താങ്ക് യു. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് VK ബൈജു നമ്മുടെ ജസ്നയുടെ കയ്യിലേക്ക് രാഖി കെട്ടിക്കൊടുത്തിട്ട് സഹോദരിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മുതൽ ഇവര് അദ്ദേഹത്തിന്റെ ഒരു നല്ല സഹോദരിയായിരിക്കും. നല്ല കാര്യം കേട്ടോ. ഇങ്ങനത്തെ സാഹോദര്യങ്ങളൊക്കെ പുലരണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷേ അത് മറ്റു മതസ്ഥരെ ആക്കിക്കൊണ്ടാവരുത്. കാരണം ഒന്നുകിൽ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുക. ഇവിടെ നിൽക്കുകയാണെങ്കിൽ, അവിടെ നിന്നുകൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാക്കാൻ മുന്നോട്ട് പോയി കഴിഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഇവർ വളരെ റീസെന്റ് ഭാവിയിൽ തന്നെ പതുക്കെ ഹിന്ദു മതത്തെ പുൽകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം അടുത്താണെന്നതാണ്. എന്താ സുഹൃത്തുക്കളെ, ബൈ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നൊന്ന് എഴുതിയേക്ക് കേട്ടോ.